കഥയാരംഭിക്കുന്നത് 1938കളിലാണ്. 8 വയസ്സുകാരി ചൂയ എന്ന പെൺകുട്ടിയെ നമ്മൾ പരിചയപ്പെടുന്നു. ശൈശവ വിവാഹത്തിലൂടെ വിവാഹിതയായ ഒരു പെൺകുട്ടി. പക്ഷെ അവളുടെ ഭർത്താവ് ആ വിവാഹം നടക്കുന്ന സമയത്തെ വലിയ രോഗിയായിരുന്നു. പ്രായമേറിയ അയാൾ പിന്നാലെ മരണപ്പെടുകയും ചെയ്തു. ആ മരിച്ച വ്യക്തിക്കൊപ്പം മരണപ്പെട്ടത് ചൂയ എന്ന ആ കുട്ടിയുടെ ബാല്യവും കൂടിയായിരുന്നു. അവൾ ആ പ്രായത്തിലെ വിധവയായി മാറി. 8 വയസ്സുകാരിയാണെങ്കിലും 15 വയസ്സുകാരിയാണെങ്കിലും 20 വയസ്സുകാരിയാണെങ്കിലും 50 വയസ്സുകാരിയാണെങ്കിലും അന്നൊക്കെ സമൂഹത്തിന്റെ മുമ്പിൽ വിധവയായാൽ അവൾ പിന്നെ ഒരു അപശകുനമാണ്. പരമ്പരാഗത രീതികളിൽ ചില നടപടികളിലേക്ക് കാര്യങ്ങൾ നയിക്കപ്പെടും. വിധവയായി തീർന്നപ്പോ അവളുടെ അച്ഛൻ ചൂയിയോട് നീ ഇപ്പോൾ വിധവയായി തീർന്നെന്ന് പറഞ്ഞു. ആ കൊച്ചുകുട്ടിക്ക് എന്തറിയാനാണ്? അവൾ നിഷ്കളങ്കമായി ചോദിച്ചു. എത്ര നാളത്തേക്കായി ഈ വിധവയുണ്ടാവുക? അവൾക്ക് മറുപടികളൊന്നും കിട്ടിയിരുന്നില്ല. ഒരാൾ വിധവയായി കഴിഞ്ഞാൽ അവളെ ആശ്രമത്തിൽ കൊണ്ടുചെന്നാക്കും. വിധവകളുടെ ആശ്രമത്തിൽ 8 വയസ്സുകാരി ചൂയയും ആശ്രമത്തിലേക്ക് കൊണ്ടെത്തിക്കപ്പെട്ടു. അവളുടെ മുടി മുറിക്കപ്പെട്ടിരുന്നു, വെള്ളവസ്ത്രം ഉടുപ്പിക്കപ്പെട്ടിരുന്നു. ആശ്രമത്തിലെത്തിയപ്പോ അവളോട് അവളുടെ അച്ഛൻ പറഞ്ഞു, മോളിനി കുറച്ചുനാൾ ഇവിടെ നിൽക്കണം. കുറച്ചു ദിവസം കഴിയുമ്പോ മോളുടെ അമ്മ തന്നെ വന്ന് മോളെ ഇവിടുന്ന് കൂട്ടിക്കൊണ്ടുവന്നോളും. പക്ഷേ ചൂയ അതിന് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോഴാണ് ആശ്രമത്തിനകത്ത് നിന്ന് 2 സ്ത്രീകൾ വന്നത്. വിധവകളാണ്. അവർ ചൂയയെ ബലമായി അകത്തേക്ക് പിടിച്ചുകൊണ്ടുപോയി. അവളുടെ അച്ഛൻ അവിടെ നിന്ന് തിരികെ പോരുകയും ചെയ്തു. ചൂയ ആശ്രമത്തിന്റെ അകത്തെത്തി. അവിടെ മൊത്തം പ്രായമേറിയ കുറെ സ്ത്രീകളുണ്ട്. എല്ലാവരും വിധവകളാണ്. അവളുടെ പ്രായത്തിൽ ആരും തന്നെയില്ല. ആ വിധവാശ്രമത്തിന്റെ ലീഡർ 70 വയസ്സുകാരി മധുമതിയായിരുന്നു. മധുമതി ചൂയയെ അടുത്തേക്ക് വിളിച്ച് സംസാരിച്ചു. ഒരു സ്ത്രീയുടെ ഭർത്താവ് മരണപ്പെടുമ്പോൾ അവളുടെ ആത്മാവിന്റെ പകുതിയാണ് ഈ ലോകത്തോട് വിട പറയുന്നത്. അതോടെ ഈ ലോകത്തിൽ ജീവിക്കാൻ അവളുടെ അവകാശവും ഇല്ലാതായി. ഉടൻ ചൂയ ചോദിച്ചു, അപ്പോഴും പകുതി ആത്മാവും ജീവനും ബാക്കിയുണ്ടല്ലോ? മധുമതിയുടെ വർത്താനമൊന്നും ചൂയയ്ക്ക് ഒട്ടും തിരിയുന്നില്ല. മാത്രമല്ല അവൾക്ക് വീട്ടിൽ പോകണം. അവൾ മധുമതിയുടെ കാലിൽ കടിച്ച് അവിടെ നിന്ന് ഓടാൻ തുടങ്ങി. മറ്റു വിധവകൾ അവളെ പിടിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഓടിയോടി അവൾ എത്തിച്ചേർന്നത് അതേ വിധവാശ്രമത്തിലുള്ള ശകുന്തള എന്ന സ്ത്രീയുടെ അടുത്തേക്കാണ്. ശകുന്തള ചൂയയെ സമാധാനിപ്പിച്ചു. ശകുന്തള വളരെയധികം ദൈവവിശ്വാസിയായിട്ടുള്ള സ്ത്രീയാണ്. വിധവയായുള്ള ജീവിതം ദൈവത്തിന്റെ വിധിയാണ്, കർമ്മഭാരം പേറി താൻ ജീവിക്കേണ്ടവളാണ് എന്ന് ചിന്തിച്ച് അവിടെ തുടരുന്നവൾ. പക്ഷെ എന്നിരുന്നാലും ആചരിക്കപ്പെടുന്ന കർമ്മങ്ങളോടും വിധവയായുള്ള ജീവിതത്തോടും ശകുന്തളയ്ക്കൊട്ടും തന്നെ താല്പര്യമുണ്ടായിരുന്നില്ല. ശകുന്തള ചൂയയെ സമാധാനിപ്പിച്ചു. അവളുടെ തലയിൽ ചന്ദനം മരച്ചു പുരട്ടി. അതവൾക്ക് സമാധാനം നൽകും എന്ന് ശകുന്തള പറഞ്ഞു. ആശ്രമത്തിലെ ജീവിതം വളരെയധികം കഷ്ടത നിറഞ്ഞതായിരുന്നു. രുചിയൊന്നുമില്ലാത്ത സാധാരണ ഭക്ഷണമാണ് വിധവകൾക്ക് നൽകപ്പെടുക. അതും ഭക്ഷണം ഒരു നേരം മാത്രം. മധുര പലഹാരങ്ങളോ രുചികരമായ ഒന്നും അനുഭവിക്കാനോ ആസ്വദിക്കാനോ വിധവകളെ അനുവദിക്കാറില്ല. കളർഫുള്ളായ വസ്ത്രങ്ങൾ ധരിക്കാനോ പുറം ലോകത്തേക്ക് ഒരുപാട് ഇറങ്ങി നടക്കാനോ ഒന്നും അവർക്ക് അർഹതയുമില്ല. അവിടെ തുടർന്ന ചൂയ അവിടുള്ള ഏറെ പ്രായമേറിയ ഒരു വിധവയ്ക്കടുത്തെത്തി. ആ സ്ത്രീയോട് സംസാരിക്കാൻ തുടങ്ങി. അവരാണെങ്കിൽ എപ്പോഴും മധുരപലഹാരങ്ങളെ പറ്റിയായിരുന്നു സംസാരം. കുട്ടിക്കാലത്ത് എപ്പോഴോ അവർ കഴിച്ചതാണ് ആ മധുരപലഹാരങ്ങൾ. വിധവയായി തീർന്നവിടെ എത്തിയതിൽ പിന്നെ അതൊന്ന് രുചിക്കാൻ പോലും സാധിച്ചിട്ടില്ല. അങ്ങനെ ആശ്രമത്തിൽ തുടരുമ്പോഴാണ് ചൂയ സുന്ദരിയായ ഒരു സ്ത്രീയുടെ അടുത്തെത്തുന്നത്. ഒരു പെൺകുട്ടി, കല്യാണി എന്നായിരുന്നു അവളുടെ പേര്. കല്യാണിയും വിധവയാണ്. മറ്റുള്ളവരെ പോലെ ആയിരുന്നില്ല. കല്യാണിയുടെ മുടി മൊട്ടയടിച്ചിരുന്നില്ല. കല്യാണിക്ക് നീണ്ട മുടിയൊക്കെയുണ്ട്. ഏറെ സുന്ദരിയായി കാണപ്പെടുന്നു. കല്യാണിയുമായി ചൂയ പെട്ടെന്ന് സൗഹൃദത്തിലായി. 9ാം വയസ്സ് മുതൽ കല്യാണി ആ ആശ്രമത്തിലുണ്ട്. കല്യാണിയോടും ചൂയ തന്റെ ആഗ്രഹങ്ങൾ സംസാരിച്ചു. തനിക്ക് ഈ ആശ്രമം വിട്ടു പോകണം. കല്യാണി അവൾക്ക് ജപമാല കൊടുത്തു. ഓരോ ദിവസവും കുറെ പ്രാർത്ഥനകൾ ചൊല്ലിയാൽ മതി, നിനക്ക് പുറത്തു പോകാം എന്ന മട്ടിൽ കല്യാണി അവളെ ഉപദേശിച്ചു. ആ പാവം കുട്ടി അത് വിശ്വസിക്കുകയും ചെയ്തു. ആരും കാണാതെ കല്യാണി ഒരു ചെറിയ പട്ടിക്കുട്ടിയെ വളർത്തുന്നുണ്ടായിരുന്നു. വിധവകൾക്ക് അങ്ങനെ പട്ടിയെയും ഒന്നും വളർത്താൻ അനുവാദമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കല്യാണി ഒളിപ്പിച്ചായിരുന്നു തന്റെ കുട്ടിനായയെ വളർത്തിക്കൊണ്ടിരുന്നത്. പക്ഷേ ആശ്രമത്തിൽ മധുമതി ഒരു തത്തയെ വളർത്തുന്നുണ്ട്. അതിലൊന്നും ആരും തന്നെ ഒരു തെറ്റും നോക്കിക്കാണാറുണ്ടായിരുന്നില്ല. അന്ന് രാത്രി ചൂയ കിടന്നത് പ്രായമേറിയ വൃദ്ധയായ വിധവയ്ക്കൊപ്പമായിരുന്നു. അവർ തന്റെ വിവാഹകാലത്തെ ഓർമ്മകൾ പങ്കുവെച്ചു. വിവാഹ സമയത്ത് എന്തോരം മധുരപലഹാരങ്ങളെ എനിക്ക് തിന്നാൻ പറ്റിയത്. ഇവിടെ എത്തിയതിൽ പിന്നെ ഞാനൊന്നും കഴിച്ചിട്ട് പോലുമില്ല എന്നവർ വീണ്ടും ഓർത്തു പറഞ്ഞു.
അടുത്ത ദിവസം കല്യാണി ചൂയയെയും കൂട്ടിക്കൊണ്ട് ഗംഗയിൽ കുളിക്കാൻ വേണ്ടി പോയി. പക്ഷെ പോകുന്ന വഴിക്കൊക്കെ വിവാഹിതയായ സ്ത്രീകൾ അവരെ കാണുന്നുണ്ട്. വിവാഹിതരായ സ്ത്രീകൾ വിധവകളെ കാണുന്നത് പോലും വലിയ അപശകുനമായിട്ടായിരുന്നു കരുതിയിരുന്നത്. കൺമുമ്പിൽ വന്നുപെട്ടാൽ അതിന്റെ പേരിൽ ചീത്ത പറയുകയും മറ്റും ചെയ്യും. എന്തായാലും അവരെന്ന് നദിക്കരയിൽ വന്നു കുളിച്ചു. നായയെയും കുളിപ്പിച്ചു. പക്ഷേ പെട്ടെന്നായിരുന്നു വളർത്തുനായ അവിടെ നിന്ന് ഓടാൻ തുടങ്ങിയത്. അതോടെ കല്യാണിയുടെ വളർത്തുനായക്കുട്ടിയെ പിടിക്കാൻ ചൂയ അതിന്റെ പിന്നാലെയോടി. ഓടിയോടി ഒരിടത്തെത്തി. നാരായൺ എന്ന് പേരുള്ള ഒരു വ്യക്തി ആ നായക്കുട്ടിയെ പിടികൂടി ചൂയയ്ക്ക് തിരികെ ഏൽപ്പിച്ചു. പക്ഷേ ചൂയ നായക്കുട്ടിയുടെ പിന്നാലെ ഒരുപാട് ഓടി വന്നതാണ്. എങ്ങനെയാണ് ആശ്രമത്തിലേക്കും നദീതീരത്തിലേക്കും പോവേണ്ടത് എന്ന് പോലും അവൾക്ക് പിടിയുണ്ടായിരുന്നില്ല. നാരായണൻ തന്നെ ചൂയയെ സഹായിക്കാൻ തീരുമാനിച്ചു. അവളെ നദിക്കരയിലേക്ക് നാരായൺ വഴി നടത്തി. അങ്ങനെ അവർ ആ ഘാട്ടിലേക്ക് എത്തി. അവിടെ എത്തിയപ്പോ അവിടെ കല്യാണിയുണ്ട്. നാരായൺ കല്യാണിയെ ആദ്യമായി കാണുകയായിരുന്നു. അത്രമേൽ ഭംഗിയുള്ള അവളെ കണ്ടതും നാരായൺ അവളെ നന്നായി ഇഷ്ടപ്പെട്ടു. പിന്നാലെ കല്യാണി നായക്കുട്ടിയെയും വാങ്ങി അവിടെ നിന്ന് മുമ്പോട്ടേക്ക് നടന്നു. ചുനിയെയും നാരായണോട് ബൈ പറഞ്ഞ് കല്യാണിക്കൊപ്പം പോവാൻ തുടങ്ങി. നാരായൺ പക്ഷേ കല്യാണിയുടെ ഭംഗിയിൽ മയങ്ങി അവളുടെ പിന്നാലെ ചെല്ലാൻ തുടങ്ങിയിരുന്നു. അത് മനസ്സിലാക്കിയ കല്യാണി ചൂയിയോട് പറഞ്ഞു, അദ്ദേഹത്തോട് നമ്മൾ വിധവകളാണെന്ന് പറയൂ. നമ്മുടെ പിന്നാലെ ഇങ്ങനെ വരുന്നത് അത്ര ശരിയല്ല. തങ്ങളുടെ മേൽ വലിയ പാപങ്ങളാണ് ഇതുമൂലം വന്നു നിറയുന്നത്. നാരായൺ ഗാന്ധിയനായ ഉന്നത ജാതിയിൽപ്പെട്ട ഒരു യുവാവായിരുന്നു. ഗാന്ധിയൻ ആദർശങ്ങൾ പിൻപറ്റി അതിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന മനുഷ്യൻ. കൊൽക്കത്തയിൽ നിന്ന് നിയമപഠനമൊക്കെ കഴിഞ്ഞ് അങ്ങോട്ടേക്ക് എത്തിയതായിരുന്നു അയാൾ. നാരായൺ തിരികെ എത്തി പാരന്റ്സിനൊപ്പം അവിടുത്തെ വലിയ വീട്ടിലാണ് താമസിക്കുന്നത്. അന്ന് വൈകുന്നേരം തന്റെ കൂട്ടുകാരനൊപ്പം ഗംഗാ നദിക്കരയിൽ വന്ന് നാരായൺ ഇരിക്കാൻ തുടങ്ങി. രവീന്ദ്രൻ എന്നാണ് കൂട്ടുകാരന്റെ പേര്. ആ സമയം വിധവാശ്രമത്തിൽ നിന്ന് ഒരു തോണി നദിയുടെ മറുവശത്തേക്ക് സഞ്ചരിക്കുന്നുണ്ടായിരുന്നു. ഉടൻ രവീന്ദ്രൻ പറഞ്ഞു, മറുകരയിലേക്ക് ഏതോ ഒരു പെൺകുട്ടി തന്റെ ജോലിക്ക് വേണ്ടി യാത്രയാകുന്നുണ്ട്. കണ്ടിട്ടൊരു വേശ്യയാണ്. യാഥാർത്ഥ്യത്തിൽ ആ തോണിയിൽ ഉണ്ടായിരുന്നത് കല്യാണിയായിരുന്നു. തോണി തുഴഞ്ഞിരുന്നതാകട്ടെ ഗുലാബി എന്ന് പേരുള്ള ഒരു ഹിജറയും. അപ്പോഴാണ് ഒരു കാര്യം വ്യക്തമാകുന്നത്. ആശ്രമത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി കല്യാണി വേശ്യാവൃത്തി ചെയ്യുന്നുണ്ട്. നദിയുടെ മറുകരയിലുള്ള സേട്ടുമാർക്കും ഉന്നതകുല ജാതർക്കും വേണ്ടി കല്യാണി വേശ്യാവൃത്തി ചെയ്യും. കിട്ടുന്ന പ്രതിഫലം ആശ്രമത്തിലെത്തും. അതുമൂലമാണ് ആശ്രമത്തിലെ ഓരോരുത്തരും ഭക്ഷണം കഴിക്കുന്നത്. ആശ്രമത്തിന് ഉയർന്ന വാടകയുണ്ട്. ആ വാടകയും കൊടുക്കുന്നത് മധുമതിയുടെ നിർബന്ധം കാരണമാണ് പിമ്പായ ഗുലാബി എന്ന ഹിജറയെ ഉപയോഗിച്ച് ഈ വേശ്യാവൃത്തി തുടർന്നുകൊണ്ടിരിക്കുന്നത്. കല്യാണിക്കതിൽ വലിയ താല്പര്യമുണ്ടായിട്ടല്ല. പക്ഷേ കല്യാണിക്ക് മുമ്പിൽ അനുസരിക്കാതെ മറ്റു വഴികളില്ല. അടുത്ത ദിവസം ശകുന്തളയുടെ ഒപ്പം ചൂയ അവിടെയുള്ള ഒരു പണ്ഡിതന്റെ ഒരു പുരോഹിതന്റെ പ്രഭാഷണം കേൾക്കുവാൻ വേണ്ടി പോയി. പ്രഭാഷണം നടക്കുന്നതിനിടയിൽ തന്റെ ഒരു സംശയം ചൂയ അവിടെ ഉയർത്തി. സ്ത്രീകളുടെ വിധവാശ്രമം ഇവിടെയുണ്ട്, ആണുങ്ങളുടെ വിധവാശ്രമം എവിടെയാണ്? അത് കേട്ടതും അവിടെയുള്ള മറ്റ് വിധവകൾ ഞെട്ടിയിരുന്നു. അത്ര വലിയ പാപമാണ് ചൂയെ ചോദിച്ചത് എന്നായിരുന്നു അവരുടെ പക്ഷം. ചൂയയുടെ ആ വാർത്തകളായിരുന്നു അവരുടെ സംസാര വിഷയവും. ഇത്രയും വലിയ പാപം പറഞ്ഞതിന് അവളുടെ നാവരിന് ഗംഗയിൽ ഒഴുക്കണം എന്നുവരെ അഭിപ്രായപ്പെട്ടവരുണ്ട്. ശകുന്തള അവളുടെ വായടപ്പിച്ചു. ശകുന്തള പറഞ്ഞു, ഇതാണ് ആചാരരീതികൾ, ഇങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത്. ഭാവിയിൽ നീ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഉയർത്തരുത്. കല്യാണിയെ കണ്ടതിൽ പിന്നെ നാരായണന് കല്യാണിയെപ്പറ്റി തന്നെയുള്ള ചിന്തകളായിരുന്നു. അടുത്ത ദിവസം കല്യാണിയെ കാണാൻ നാരായണൻ ആശ്രമത്തിലെത്തി. പക്ഷേ ശകുന്തള പറഞ്ഞു, ആണുങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് വരാൻ പാടില്ല, ഇവിടെ പ്രവേശനവുമില്ല, നിങ്ങൾ മടങ്ങിപ്പോകണം. നിരാശയോടെ നാരായൺ തിരികെ പോവാനിറങ്ങി. പക്ഷേ ആ സമയം തുണിയലക്കി ഉണക്കുകയായിരുന്ന കല്യാണിയെ അയാൾ കൺകുളിർക്ക കണ്ടു. നാരായണെ അവിടെ കണ്ട് കല്യാണിക്കും വലിയ സന്തോഷം തോന്നിയിരുന്നു. വർഷങ്ങൾക്കിപ്പുറമായിരുന്നു അത്തരത്തിലൊരു സന്തോഷം അവളുടെ മനസ്സിനെ കുളിർപ്പിക്കുന്നത്. അടുത്ത ദിവസം ഭിക്ഷയാചിക്കുന്ന ദിവസമായിരുന്നു. അമ്പലത്തിന് മുമ്പിൽ പോയി വിധവകൾ ഭിക്ഷയാചിക്കാനായിരിക്കും. മഹത്തരമായ വിവാഹിതരായ സ്ത്രീകളുടെ ദിവസമാണ്. അവിടെ വെച്ച് വിധവകളുടെ കൂട്ടത്തിലിരുന്ന ചൂയ എന്ന ആ പെൺകുട്ടി ഒരു കാഴ്ച കണ്ടു. ഒരു സ്ത്രീ ചൂയയുടെ അതേ പ്രായമുള്ള ഒരു കുട്ടിയുമായി വരുന്നു. മകളെ സ്നേഹിക്കുന്നു. ചൂയക്ക് തന്റെ അമ്മയുടെ ഓർമ്മകൾ വന്നു. വല്ലാത്തൊരു ദുഃഖഭാരം അവളെ പൊതിഞ്ഞു. അന്ന് ഭിക്ഷ കിട്ടിയ കൂട്ടത്തിൽ ചൂയയ്ക്കും കുറച്ച് പണമൊക്കെ കിട്ടിയിരുന്നു. ദുഃഖവും ദേഷ്യവും വന്നവൾ അവിടെ നിന്നെഴുന്നേറ്റ് ആശ്രമത്തിലേക്ക് മടങ്ങി. പോകുന്ന വഴിക്ക് മധുരപലഹാരം ഉണ്ടാക്കി വെക്കുന്ന ഒരു കട അവൾ കണ്ടു. അവൾക്കത് വാങ്ങണമെന്നുണ്ടായിരുന്നു. പക്ഷേ വിധവകൾക്ക് മധുരം വിൽക്കാൻ ആ കടക്കാരൻ ആദ്യം കൂട്ടാക്കിയില്ല. എന്നിരുന്നാലും ചൂയ പണം കൊടുത്തപ്പോ അയാൾ ഒരു ലഡു നൽകി. ചൂയ പക്ഷെ ആ ലഡു കഴിച്ചില്ല. അതുമായി മുമ്പോട്ടേക്ക് നടന്നു. ആശ്രമത്തിലെത്തി. അവിടെ പ്രായമേറിയ വൃദ്ധയായ വിധവയുണ്ടായിരുന്നു. കിടക്കുന്ന അവരുടെ ഇടത്ത് ആ ലഡു വെച്ച് ചൂയ അവിടെ നിന്ന് പോയി. അവൾ മറഞ്ഞു നിന്ന് നോക്കി. വൃദ്ധ എഴുന്നേറ്റു. ലഡു കണ്ടു. സന്തോഷത്തോടെ
ഏറെ ആസ്വദിച്ച് അവരത് കഴിച്ചു. അവരുടെ മുഖത്തെ ആ സന്തോഷം ചൂയ നോക്കിക്കണ്ടിരുന്നു. ആ ലഡു കഴിക്കുമ്പോൾ തന്റെ ബാല്യകാല വിവാഹത്തെപ്പറ്റി, അന്ന് കഴിച്ച മധുരപലഹാരങ്ങളെ പറ്റിയുള്ള ഓർമ്മകൾ അവരിലേക്ക് പാഞ്ഞെത്തി. വൃദ്ധയായ വിധവയുടെ ആഗ്രഹം ചൂയ നിറവേറ്റിക്കൊടുത്തു. അല്ലെങ്കിൽ അത്തരത്തിൽ വിധവകളുടെ ആഗ്രഹങ്ങൾ അന്നത്തെ കാലത്ത് ആര് കാണാനാണ്, ആര് നിറവേറ്റാനാണ്? വിധവകൾ ദുഃഖത്തിലാണോ, കുറ്റബോധത്തിലാണോ, പട്ടിണിയിലാണോ, കരയുകയാണോ, വേദനയിലാണോ? ഒന്നും ആരുടെയും വിഷയമാവില്ല. പക്ഷേ അവരുടെ സന്തോഷം വളരെ വലിയ വിഷയമാവുകയും ചെയ്യും. അന്ന് രാത്രിയിൽ വൃദ്ധയായ വിധവയുടെ ആരോഗ്യസ്ഥിതി വളരെയധികം മോശമായി. അവരുടെ അന്ത്യസമയം അടുത്ത പോലായിരുന്നു എല്ലാവർക്കും അനുഭവപ്പെട്ടത്. ഗംഗാജലം എടുത്തുകൊണ്ട് വരുവാൻ വേണ്ടി ചൂയയെ അവർ പറഞ്ഞയച്ചു. അപ്പോഴേക്കും പുലർച്ചയായി കഴിഞ്ഞിരുന്നു. ഗംഗാജലം എടുക്കാൻ ചൂയ പോയി. ഗംഗാജലമെടുത്ത് ചൂയ തിരികെ വരുന്ന വഴിയിൽ നാരായൺ അവളെ കണ്ടിരുന്നു. അവളെ നിർത്തി താൻ എഴുതിയൊരു കുറിപ്പ് ചൂയയുടെ പക്കൽ നാരായൺ ഏൽപ്പിച്ചു. അത് കല്യാണിക്ക് കൊടുക്കണമെന്ന് പറഞ്ഞു. കുറച്ചു സമയം അവിടെ നഷ്ടപ്പെട്ടിരുന്നു. ചൂയ ഗംഗാജലവുമായി തിരികെ എത്തിയപ്പോഴേക്കും വൃദ്ധയായ വിധവ ഈ ലോകം തന്നെ വിട്ടുപോയി. അവരുടെ മരണത്തിന് താനാണ് കാരണമെന്ന മട്ടിൽ ചൂയ സ്വയം കുറ്റപ്പെടുത്താൻ ആരംഭിച്ചു. ഒരു ഘട്ടത്തിൽ ശകുന്തളയെ തനിച്ചു കിട്ടിയപ്പോ വൃദ്ധയായി അവർക്ക് താൻ ലഡു കൊടുത്ത കാര്യവും അതുകൊണ്ടാണ് അവർ മരണപ്പെട്ടതെന്നും ദുഃഖത്തോടെ ചൂയ ശകുന്തളയോട് പറഞ്ഞു. പക്ഷേ ശകുന്തളയുടെ മറുപടി ചൂയയെ ഒന്ന് അതിശയിപ്പിച്ചിരുന്നു. നീ അവർക്ക് ലഡു കൊടുത്തോ? എത്ര നല്ല കാര്യമാ. അതുകൊണ്ടാ അവര് നേരെ സ്വർഗത്തിലേക്ക് പോയത്. ഒരുപക്ഷെ ആ ലഡു കഴിക്കാൻ വേണ്ടിയിട്ടായിരിക്കണം അവർ ഇത്ര നാളും ഇവിടെ ജീവിച്ചതുപോലും. നീ അവരുടെ അന്ത്യാഭിലാഷമാണ് നിറവേറ്റിക്കൊടുത്തത്. നീ ചെയ്തത് ഒരു വലിയ കാര്യമാണ്. ശകുന്തളയുടെ ആ വാക്കുകൾ ചൂയയ്ക്ക് വലിയൊരു ആശ്വാസം തന്നെ പകർന്നിരുന്നു. പക്ഷേ അവരുടെ സംസ്കാര ചടങ്ങുകൾക്ക് ആശ്രമത്തിൽ ഒരു രൂപ പോലുമില്ല. എന്തു ചെയ്യുമെന്നറിയാത്ത അവസ്ഥ. കല്യാണി അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു. പലപ്പോഴായി പലരും അവൾക്ക് കൊടുത്ത ടിപ്പുകൾ ശേഖരിച്ചു വെച്ച് അവളുടെ പക്കൽ കുറച്ച് പണമുണ്ട്. ആ പണം അവൾ അവർക്കായി എടുത്തു നീട്ടി. കല്യാണിക്ക് എഴുത്തും വായനയും അറിയില്ല. നാരായൺ കൊടുത്തുവിട്ട ആ കത്ത്, ആ കുറിപ്പ് കല്യാണിയുടെ കയ്യിൽ കിട്ടി. കല്യാണി അത് ശകുന്തളയെ കാണിച്ചു. ശകുന്തള അത് വായിച്ചു കേൾപ്പിച്ചു. കല്യാണിയോട് അന്ന് വൈകുന്നേരം ഘാട്ടിൽ വരാൻ ആവശ്യപ്പെട്ടിരിക്കുകയായിരുന്നു നാരായൺ. പറഞ്ഞ പോലെ ആ സമയത്ത് കല്യാണി നാരായണ കാണാൻ ചെന്നു. ഇരുവരും ഒരുപാട് സംസാരിച്ചു. ഇരുവർക്കുമിടയിൽ ഒരടുപ്പം രൂപപ്പെടുന്നുണ്ടായിരുന്നു. നാരായൺ പറഞ്ഞു, എല്ലാം മാറിമറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അനാചാരങ്ങൾ ഇല്ലാതാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയമാണ്. നമുക്കും നല്ല മാറ്റങ്ങളിൽ പ്രതീക്ഷിക്കാം. കല്യാണി പിന്നീട് അങ്ങോട്ടേക്ക് കൂടുതൽ സന്തോഷവതിയായി കാണപ്പെടുന്നുണ്ടായിരുന്നു. നാരായൺ കല്യാണിക്ക് പറഞ്ഞുകൊടുക്കുന്ന, പഠിപ്പിച്ചു കൊടുക്കുന്ന പുരോഗമന കാര്യങ്ങളൊക്കെ അവൾ ചൂയയോടും പങ്കുവെക്കുമായിരുന്നു. ഒരു ദിവസം നാരായൺ കല്യാണിയെ തെരുവിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ബ്രിട്ടീഷുകാർ താമസിക്കുന്ന നെയ്ബർഹുഡിലേക്കായിരുന്നു നാരായൺ കല്യാണിയെ കൂട്ടിക്കൊണ്ടുപോയത്. അവിടുള്ള ആളുകളുടെ ജീവിതം നാരായൺ കല്യാണിക്ക് വിശദീകരിച്ചു പറഞ്ഞുകൊടുത്തു. ബ്രിട്ടീഷുകാർക്കിടയിലും വിധവകളുണ്ട്. പക്ഷേ അവരാരും തന്നെ മാറ്റി നിർത്തപ്പെടുന്നവരാകുന്നില്ല. അവരുടെ അഭിമാനമോ അവരുടെ ജീവിക്കാനുള്ള അവകാശമോ ഒന്നും ചോദ്യം ചെയ്യപ്പെടുന്നില്ല. വിധവകളെ അവരാരും മറ്റൊരു കണ്ണിലൂടെ മാറ്റി നിർത്തി കാണുന്നുമില്ല. മാറ്റങ്ങൾ സംഭവിക്കും. ജോലിക്കായി വൈകാതെ ഞാൻ കൊൽക്കത്തയിലേക്ക് പോകുമ്പോ നിന്നെയും കൂട്ടിക്കൊണ്ടാവും പോവുക. നാരായണന്റെ ആ വാക്കുകൾ കല്യാണിക്ക് ഒരു ജീവിതത്തിന്റെ പ്രതീക്ഷ തന്നെ വെച്ചു നീട്ടിയിരുന്നു. നാരായൺ പിന്നാലെ വീട്ടിലെ അമ്മയോട് കാര്യങ്ങൾ പറഞ്ഞു. താനൊരു വിധവയെ വിവാഹം കഴിക്കാൻ പോകുന്നു. പക്ഷേ നാരായണന്റെ അമ്മയ്ക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റുന്നതായിരുന്നില്ല. ഗാന്ധിയൻ ആദർശങ്ങൾ പിന്തുടർന്ന് നാരായണന്റെ തലക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണ് എന്നായിരുന്നു അമ്മയുടെ മറുപടി. അടുത്ത ദിവസം മധുമതി ചൂയയെ തന്റെ പുറം മസാജ് ചെയ്യാൻ വേണ്ടി വിളിപ്പിച്ചു. ചൂയ മസാജ് ചെയ്ത് നിൽക്കെ അങ്ങോട്ടേക്ക് ഗുലാബിയും കടന്നു വന്നു. ഗുലാബി മധുമതിയോട് പറഞ്ഞു, കല്യാണി ഒളിച്ചോടാനുള്ള പരിപാടികളിലാണ്. മധുമതിക്ക് അത് കേട്ടതും സഹിച്ചില്ല. ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ ഇത് നടക്കില്ല എന്നായിരുന്നു മധുമതി പറഞ്ഞത്. വിധവകൾക്ക് അങ്ങനെ വിവാഹം കഴിക്കാനൊന്നും പാടില്ല. പോരാത്തതിന് അവൾ പോയാൽ ഒന്നും ശരിയാവേമില്ല. മധുമതിയുടെ ആ വാക്കുകൾ ചൂയയെ വല്ലാതെ ദേഷ്യം പിടിപ്പിച്ചിരുന്നു. മധുമതിയുടെ പുറത്ത് ശക്തിയായി അമർത്തി അവരെ വേദനിപ്പിക്കാൻ ചൂയ ശ്രമിച്ചു. പെട്ടെന്നായിരുന്നു ശകുന്തള വന്നത്. ശകുന്തള ചൂയയെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോയി. മധുമതിയുടെ വാക്കുകൾ കേട്ട് ചൂയക്ക് വലിയ ദേഷ്യം വന്നിരുന്നല്ലോ. ചൂയെ സമാധാനിപ്പിക്കാൻ ശകുന്തള ശ്രമിച്ചു. പക്ഷേ ചൂയ അടങ്ങുന്നുണ്ടായിരുന്നില്ല. മധുമതി പിന്നാലെ കല്യാണിയുടെ അടുത്തെത്തി. കല്യാണിയുടെ മുടി മുറിക്കാത്തതിന് പിന്നിലൊക്കെ അവളെ വ്യഭിചാരത്തിന് വിടുക എന്നൊരു ഉദ്ദേശം കൂടി മധുമതിക്കുണ്ടായിരുന്നല്ലോ. ഇപ്പോ കല്യാണി അവിടെ നിന്ന് ഒളിച്ചോടാൻ പോകുന്നു. അത് തടഞ്ഞേ പറ്റൂ. മധുമതി കല്യാണിയുടെ മുടി മുറിക്കാൻ നിർദ്ദേശിച്ചു. ആ കോലത്തിൽ കല്യാണി
കല്യാണിയെ കണ്ട കാമുകൻ അവളെ ഉപേക്ഷിക്കും എന്നായിരുന്നു മധുമതി ചിന്തിച്ചത്. കല്യാണിയുടെ കയ്യിലുണ്ടായിരുന്ന പണമൊക്കെ മധുമതി പിടിച്ചു വാങ്ങി. കല്യാണിയുടെ ആ അവസ്ഥ കണ്ട് ചൂയക്ക് വലിയ ദേഷ്യം തന്നെ വന്നിരുന്നു. മധുമതി വളർത്തുന്ന തത്തയെ പിടികൂടി ചൂയ കൊന്നുകളഞ്ഞു. കല്യാണിയെ അവർ ഒരു മുറിയിൽ അടച്ചുപൂട്ടിയിരുന്നു. ദിവസങ്ങൾ കടന്നുപോയി. ശകുന്തള എല്ലാ ദിവസവും പണ്ഡിത്തിന്റെ വാക്കുകൾ കേൾക്കാൻ പോകുമായിരുന്നല്ലോ. അന്നൊരു ദിവസം പണ്ഡിത്തിന്റെ അടുത്തെത്തിയപ്പോ ശകുന്തള ചോദിച്ചു, വിധവകൾക്ക് എന്താണ് ഈ അവസ്ഥ വന്നത്? എന്തുകൊണ്ടാ വിധവകൾ ഇങ്ങനെ പരിചരിക്കപ്പെടുന്നത്? വിധവകൾക്ക് ഇതിൽ നിന്ന് പുറത്തു കടക്കാൻ ഒരു വഴിയുമില്ലേ? പണ്ഡിറ്റ് പറഞ്ഞു, വിധവകളുടെ മുമ്പിൽ 3 ഓപ്ഷനുകളുണ്ട്. ഒന്നുകിൽ ഭർത്താവിന്റെ മരണത്തോടെ അവർ സതി അനുഷ്ഠിക്കണം, അതായത് ഭർത്താവിന്റെ ചിതയിൽ ചാടി മരിക്കണം. അല്ലെങ്കിൽ ആ കുടുംബവും മറ്റും വിട്ട് ആശ്രമത്തിൽ ജീവിക്കണം. അതുമല്ലെങ്കിൽ മാതാപിതാക്കളുടെയും മറ്റും അനുവാദത്തോടെ ഭർത്താവിന്റെ സഹോദരനെ വിവാഹം കഴിക്കണം. പക്ഷെ പിന്നാലെ പണ്ഡിറ്റ് ശകുന്തളയോട് ഒരു കാര്യം കൂടി പറഞ്ഞു. പുതിയ സർക്കാരിന്റെ നിയമമുണ്ട്. വിധവകൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അവർക്കിപ്പോൾ ആരെ വേണമെങ്കിലും വിവാഹം കഴിക്കാം. അതിനൊന്നും ഒരു തടസ്സവുമില്ല. ശകുന്തള അത് കേട്ട് ഞെട്ടിയിരുന്നു. ഇത്ര നാളുകൾ ഉണ്ടായിട്ടും പണ്ഡിറ്റ് ഇതൊന്നും പറഞ്ഞിരുന്നേയില്ല. എന്തുകൊണ്ടാണ് ഇത് മുമ്പ് പറയാതിരുന്നത് എന്ന് പണ്ഡിറ്റിനോട് ശകുന്തള ചോദിച്ചു. പണ്ഡിറ്റിന്റെ മറുപടി വന്നു, ഈ നിയമം കൊണ്ട് ഞങ്ങൾക്കൊന്നും ഒരു പ്രയോജനമില്ലല്ലോ, പിന്നെന്തിന് ഞങ്ങളത് പറയണം എന്നായിരുന്നു പണ്ഡിറ്റിന്റെ മറുപടി. ശകുന്തളക്ക് ബോധോദയം വന്നു കഴിഞ്ഞിരുന്നു. ശകുന്തള അന്ന് ആശ്രമത്തിലേക്ക് തിരികെ എത്തിയപ്പോ ചില കാര്യങ്ങൾ തീരുമാനിച്ചുറപ്പിച്ചിരുന്നു. അങ്ങോട്ടേക്ക് എത്തിയവൾ മധുമതിയോട് കല്യാണിയെ പൂട്ടിയിട്ട മുറിയുടെ താക്കോൽ കൊടുക്കാൻ പറഞ്ഞു. മധുമതി അതിനെ എതിർത്തെങ്കിലും ശകുന്തള മധുമതിയിൽ നിന്ന് താക്കോല് വാങ്ങി. കല്യാണിയെ മോചിതയാക്കാൻ ശകുന്തള തീരുമാനിച്ചുറപ്പിച്ചിരുന്നു. ശകുന്തള വാതിൽ തുറന്നു. കല്യാണി പുറത്തേക്കിറങ്ങി പുറപ്പെടാനൊരുങ്ങി. മധുമതി വിളിച്ചു പറയുന്നുണ്ടായിരുന്നു, ഇവിടെ നിന്ന് പോയാൽ ഇനി ഇങ്ങോട്ടേക്ക് എനിക്ക് തിരിച്ചു വരാൻ സാധിക്കില്ല. കല്യാണി അവിടെ നിന്നോടി നാരായണനെ ചെന്ന് കണ്ടു. നാരായൺ കല്യാണിയെ ചേർത്തു പിടിച്ചു. താൻ അവളെ വിവാഹം കഴിക്കുമെന്ന് ഉറപ്പുകൊടുത്തു. കല്യാണിക്കും നാരായണനുമേൽ വലിയ വിശ്വാസമുണ്ടായിരുന്നു. നാരായൺ കല്യാണിയെ നദിയുടെ മറുകരയിലുള്ള തന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോവാൻ തുടങ്ങി. അങ്ങനെ വള്ളത്തിൽ സഞ്ചരിച്ച് അവർ മറുകരയ്ക്ക് അടക്കുകയായിരുന്നു. വീടിനോടടുത്തു വരുംതോറും കല്യാണിയുടെ ഉള്ളിൽ ഒരു ഭയം വർദ്ധിച്ചു. ആ വീട് കല്യാണി നോക്കിക്കണ്ടു. തനിക്ക് അങ്ങോട്ടേക്ക് വരാൻ സാധിക്കില്ല, തന്നെ തിരികെ വിടണം എന്ന് കല്യാണി പറഞ്ഞു. ഈ വിവാഹം നടക്കില്ലെന്നും അറിയിച്ചു. എന്താ കാര്യം എന്ന് നാരായൺ ചോദിച്ചപ്പോ, അത് നിങ്ങളുടെ അച്ഛനോട് ചോദിക്കൂ എന്നായിരുന്നു കല്യാണിയുടെ മറുപടി. സംഭവം എന്തെന്നാൽ കല്യാണി പലവട്ടം നാരായണന്റെ വീട്ടിൽ വേശ്യയായി ചെന്നിട്ടുണ്ട്. അയാളുടെ അച്ഛൻ അവളെ ഉപയോഗിച്ചിട്ടുമുണ്ട്. അങ്ങോട്ടേക്ക് മകന്റെ ഭാര്യയായി അവളെങ്ങനെ ചെന്നു കയറും? നാരായണനോട് പക്ഷെ അവൾ അതൊന്നും പറഞ്ഞില്ല. കല്യാണിയെ നദിയുടെ മറുവശത്തേക്ക് നാരായൺ കൊണ്ടുചെന്നാക്കി. പിന്നാലെ തന്റെ അച്ഛനെ കാണാൻ പുറപ്പെട്ടു ചെന്നു. അച്ഛനിൽ നിന്ന് സത്യങ്ങൾ അറിഞ്ഞ ശേഷം നാരായൺ എന്തായാലും തന്നെ വിവാഹം കഴിക്കാൻ പോകുന്നില്ല എന്ന് കല്യാണി ഉറപ്പിച്ചിരുന്നു. ആശ്രമത്തിലേക്ക് തിരികെ പോവുകയും സാധ്യമല്ല. ആശ്രമത്തിൽ പോയാലും ബാക്കിയുള്ള ജീവിതവും എന്തായിരിക്കുമെന്ന് അവൾ ഊഹിക്കാമായിരുന്നു. നാരായണൻ എന്ന് തന്റെ അച്ഛനെ കണ്ട് സംസാരിച്ചു. അച്ഛൻ പറഞ്ഞു, നീ ചെയ്തതിലൊക്കെ വലിയ തെറ്റുകളുണ്ട്. നിനക്കിനി ആ വിധവയായ സ്ത്രീയെ തന്നെ വേണമെങ്കിൽ അവളെ ഒരു വെപ്പാട്ടിയാക്കി നീ അങ്ങ് വെച്ചേക്കണം. നമ്മൾ ബ്രാഹ്മണന്മാരാണ് എന്ന കാര്യം നീ മറന്നുപോയേക്കരുത്. ആ വിധവയെ വിവാഹം കഴിക്കാനൊന്നും നിനക്കൊരിക്കലും സമ്മതം ലഭിക്കില്ല. നാരായണൻ അന്നവിടെ തിരികെ ബഹളമുണ്ടാക്കി. വീട് വിട്ടിറങ്ങാൻ നാരായൺ തീരുമാനിച്ചു. താൻ കൊൽക്കത്തയിലേക്ക് പോവുകയാണെന്നും അവളെയും കൂടെ കൊണ്ടുപോകും എന്നും നാരായൺ പറഞ്ഞിരുന്നു. അടുത്ത ദിവസം പുലർച്ചെ നാരായൺ ആശ്രമത്തിലെത്തി. കല്യാണിയെ കൂട്ടിക്കൊണ്ടുപോവാനായിരുന്നു അത്. പക്ഷേ ഞെട്ടിക്കുന്ന വിവരമായിരുന്നു നാരായൺ അറിയാൻ സാധിച്ചത്. കല്യാണി ഗംഗാനദിയുടെ ആഴത്തിൽ അഭയം തേടിയിരിക്കുന്നു. അവൾ ഈ ലോകത്തോട് വിട പറഞ്ഞിരിക്കുന്നു. കല്യാണിയുടെ ശവസംസ്കാര ചടങ്ങുകൾക്ക് ശേഷം ശകുന്തള നാരായണുമായി സംസാരിച്ചു. ശകുന്തള പറഞ്ഞു, വിധവയാവുക എന്നത് ഞങ്ങളുടെയൊക്കെ കർമ്മഫലമാണ്. മരണവും ജീവിതവും എല്ലാം തന്നെ ഓരോ മായകൾ മാത്രം. ഉടൻ നാരായൺ പറഞ്ഞു, ഇതൊന്നും മായയും മന്ത്രവും ഒന്നുമല്ല. കുഞ്ഞുനാളിലെ കല്യാണി വിധവയാക്കപ്പെട്ടു. വീട്ടിലവൾ തുടർന്നാൽ വീട്ടുകാർക്ക് അതൊരു ബാധ്യതയാണ്. അവൾക്കുള്ള ഭക്ഷണം കണ്ടെത്തണം, അവളെ സംരക്ഷിക്കണം. എന്തെങ്കിലും ഒന്നിന്റെ പേരിൽ അവളെ അവിടെ നിന്ന് ഒഴിവാക്കിയാൽ വീട്ടിലൊരു മൂല അവർ കൊഴിഞ്ഞു കിട്ടും. ഒരാൾക്കുള്ള ഭക്ഷണം അത്രയും ലാഭമാകും. ഇതെല്ലാം അത്രയേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് മറ്റൊന്നും തന്നെയില്ല. ഇതൊന്നും മതപരവുമല്ല. എല്ലാം വെറും കച്ചവടം മാത്രം. ഒരു വശത്ത് ഇതുകൊണ്ട് കുറെ ആളുകൾ ലാഭം കൊയ്യുന്നു, കുറെ പേർ അനുഭവിക്കുന്നു. അത്ര തന്നെ. നാരായണന്റെ വാക്കുകളിൽ നിന്ന് ശകുന്തള ഒരുപാട് മനസ്സിലാക്കുന്നുണ്ടായിരുന്നു. കല്യാണിയുടെ മരണം സംഭവിച്ചു കഴിഞ്ഞു. ആശ്രമത്തിന് മറ്റ് വരുമാന മാർഗങ്ങളില്ല. ചെറുപ്പക്കാരായ സ്ത്രീകളുമില്ല. മധുമതി ആശ്രമം എങ്ങനെ മുമ്പോട്ടേക്ക് കൊണ്ടുപോകും? അധികം വൈകിയില്ല. മധുമതിയുടെ നോട്ടം ചൂയയിൽ വന്നുപെട്ടു. അടുത്ത ദിവസം വേശ്യാവൃത്തിക്ക് ആളെ കൊണ്ടുപോകാൻ ഗുലാബി വന്നു ചേർന്നു. ഗുലാബിക്കൊപ്പം 8 വയസ്സുകാരി ചൂയയായിരുന്നു. മധുമതി ഒരു ദാക്ഷിണവും
കാരണവുമില്ലാതെ പറഞ്ഞയച്ചത്. അതും ആ കൊച്ചുകുട്ടിയെ നിന്നെ മാതാപിതാക്കളുടെ അടുത്തേക്ക് വിടുകയാണ് എന്ന് പറഞ്ഞിട്ടായിരുന്നു തെറ്റിദ്ധരിപ്പിച്ച് ഗുലാബി കൊണ്ടുപോയതും. ശകുന്തള അത് അറിഞ്ഞപ്പോഴേക്കും ഒരുപാട് വൈകിപ്പോയിരുന്നു. ശകുന്തള ആശ്രമത്തിൽ നിന്നിറങ്ങി ഓടി ഗുലാബിയെ തടയാനും ചൂയിയെ സംരക്ഷിക്കാനും എത്തി. ശകുന്തള കണ്ടത് ചൂയയുമായി തിരിച്ചെത്തുന്ന ഗുലാബിയെയായിരുന്നു. ശകുന്തളയെ കണ്ടതും ഗുലാബി ഓടി. ചൂയ വള്ളത്തിൽ അവളുടെ ബാല്യവും സ്വപ്നങ്ങളുമെല്ലാം നഷ്ടപ്പെട്ട് അവശതയിൽ തളർന്നു കിടക്കുകയായിരുന്നു. ശകുന്തള ചൂയയെ വാരിയെടുത്തു. അവൾക്ക് വേണ്ട ചികിത്സയും സംരക്ഷണവും നൽകി. കുറച്ചു കഴിഞ്ഞ് അവളെ പൊക്കിയെടുത്ത് പോകുമ്പോ ചിലയാളുകളുടെ സംസാരം അവൾ കേട്ടു. മഹാത്മാഗാന്ധിക്ക് ഒരു ആശ്രമമുണ്ട്. അവിടെ എല്ലാവരും തുല്യരായി പരിഗണിക്കപ്പെടുന്നു, സംരക്ഷിക്കപ്പെടുന്നു. സ്റ്റേഷനിൽ ഗാന്ധി എന്ന് സംസാരിക്കുന്നുമുണ്ട്. ചൂയയെയും പൊക്കിയെടുത്ത് ശകുന്തള അങ്ങോട്ടേക്ക് പുറപ്പെട്ടു. ഗാന്ധി സംസാരിക്കുന്നത് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ശകുന്തള കേട്ടു. വൈകാതെ ഗാന്ധി ട്രെയിനിൽ മടങ്ങാൻ തുടങ്ങുകയാണ്. ഗാന്ധിയുടെ ആശ്രമത്തിലേക്ക് ചൂയയെയും കൊണ്ടുപോകാൻ അവിടെയുള്ള ഓരോരുത്തരോടും ശകുന്തള അഭ്യർത്ഥിച്ചുകൊണ്ടിരുന്നു. ഒടുവിൽ ശകുന്തള അത് കണ്ടു. നാരായൺ ഗാന്ധിയുടെയൊപ്പം പ്രവർത്തനങ്ങൾക്കായി പുറപ്പെട്ടു പോവുകയാണ്. ചൂയയെ നാരായണന്റെ അടുക്കൽ ശകുന്തള ഏൽപ്പിച്ചു. ചൂയയുടെയെങ്കിലും ഭാവി സംരക്ഷിക്കപ്പെടും എന്ന് ശകുന്തള വിശ്വസിക്കുന്നുണ്ട്. സുരക്ഷിതമായ നാരായണന്റെ കൈകളിലാണ് ചൂയയെ താൻ ഏൽപ്പിക്കുന്നത്. ശകുന്തള ആശ്വസിച്ചു. ട്രെയിൻ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നു. ആ ദൃശ്യങ്ങളോടെ വാട്ടർ എന്ന ചലച്ചിത്രം അവസാനിക്കുകയാണ്. സാമൂഹ്യ പ്രതിബദ്ധതയോടെ ഒരു വിഷയം സംസാരിച്ച് ഈ ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.